കയറ. എന്റെ പൊന്നെ ഹരിയേട്ടാ, എന്നെ രക്ഷിക്കണം. എന്താ ഉഷേര? എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാനൊന്നും പറയാതിരുന്നത് പേടിച്ചിട്ടാണ് ഹരിയേട്ടാ. എന്നെ എന്തിനാ പേടിക്കുന്നേ? എന്നോടല്ലാതെ ഉഷ വേറെ ആരോടാ പറയുക? ഞാൻ എല്ലാം പറയാം ഹരിയേട്ടാ. എന്താന്ന് വെച്ചാ പറയൂ. എന്റെ ഫ്രണ്ടും ഹസ്ബൻഡും വന്നെന്ന് ഞാൻ വെറുതെ നുണ പറഞ്ഞതാ. സത്യത്തിൽ ഉണ്ടായത് എന്താണെന്ന് വെച്ചാ, Please, come in. This way. തനിക്കെന്ത് വേണം? ഒന്നും വേണ്ട, തുണി അടിക്കണം. പൂക്കൃതം പറയുന്നു. സമയമില്ല, വേഗം. അയാൾ ഞങ്ങളെ കൊല്ലുമെന്ന നില വന്നപ്പോ അയാൾ പറഞ്ഞത് ഞങ്ങൾക്കനുസരിക്കേണ്ടി വന്നു. ആ കെട്ടിപ്പിടിക്ക്. തല ശകലം കൂടി അങ്ങോട്ട്. ശകലം ചരിച്ചേ അങ്ങോട്ട്. ആ, ഇനി വേറൊരു പോസ് നോക്കാം. എന്തുകൊണ്ടാ ഉഷേ നീ അന്ന് എന്നോട് ഇതൊക്കെ പറയാഞ്ഞത്? നീ ഇത്ര മണ്ടിയായി പോയല്ലോ. ശരി, പിന്നെന്തൊക്കെയാ നടന്നത്? അയാൾ ഫോട്ടോ എടുത്തോണ്ട് പോയി. ഞാൻ ഓടി പുറത്തിറങ്ങി കാറിൽ കയറി പോന്നു. എന്നിട്ട് പിറ്റേ ദിവസം വിജയ് വിളിച്ചു പറഞ്ഞു, കാശ് കൊടുത്തില്ലെങ്കിൽ ആ ഫോട്ടോ ഒക്കെ പത്രത്തിൽ ഇടിയിപ്പിക്കുമെന്ന്. ഇതൊക്കെ പറഞ്ഞ ഹരിയേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് പേടിച്ച ഞാൻ ഓരോ നുണയുണ്ടാക്കി പറഞ്ഞത്. ഇപ്പോഴെങ്കിലും നിനക്കിതൊക്കെ പറയാൻ തോന്നിയല്ലോ. നീ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട്. ഹരിയേട്ടനോ, കത്ത് കിട്ടിയ ദിവസം മുതൽ ഹരിയേട്ടൻ എത്ര വിഷമിച്ചിട്ടുണ്ടാവും. സത്യം പറ ഹരിയേട്ടാ, ഹരിയേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഏയ്, ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിച്ചില്ല. അത് വെറുതെ പറയുക. അല്ലായിരുന്നെങ്കിൽ കത്ത് വന്ന ദിവസം തന്നെ ഹരിയേട്ടൻ എന്നോട് പറയുമായിരുന്നു. എന്തിനാ വെറുതെ ഉഷയെ വിഷമിപ്പിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഒന്നും പറയാഞ്ഞത്. എനിക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ വരാം. ഇന്നിനി പോണോ? പോണം. വിജയ് എവിടെ? വീട്ടിൽ നിന്ന് എത്തിയിട്ടില്ല. എവിടാ വീട്? ഇവിടുന്ന്
ഞങ്ങ ആരും ആളെ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് താ നോക്കട്ടെ. എന്തുട്ടാ ഇവിടെ സംഗതി? ആ ഫോട്ടോയിലുള്ള ആളെ നിങ്ങ ആരെങ്കിലും കണ്ടാന്ന് ചോദിക്കണം. താറിയോ? ഞാനെവിടെ നിന്ന് അറിയാനാ? എന്നതാ പോടോ? ചേട്ടൻ അതിനെതിരെ എന്റെ അടുത്ത് ചൂടാണത്. നീ പോടോ അവിടുന്ന്. ഇയാൾ സാധാരണ ഒരു കറുത്ത ബുള്ളറ്റ് മോട്ടോർ സൈക്കിളാണ് കറങ്ങാറുള്ളത്. അയ്യോ സാരില്ല, ഒന്ന് നോക്കട്ടോ. ആ ഇവനെനിക്കറിയാം. എങ്ങനെ? ഇവനെ ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വരും പൂവും വരും, പക്ഷെ ഇവിടെ അല്ലെന്ന് മാത്രം. പിന്നെ എവിടെ? അതെ, നിങ്ങൾക്കൊക്കെ എന്താ പണി? ഞങ്ങള് പോലീസിലെ. ശരി എന്നാ ശരിട്ടാ, ശരിയാക്കാൻ പറ്റേ. തലയിലെ കെട്ടൊക്കെ നഴിക്കുന്നേ ഒരു നല്ല കാര്യത്തിന് എല്ലാം കോട്ട്. ഇടി എനിക്ക് ഇത്തിരി പേടിയട്ടാ. ഇടി ഉറപ്പാ നോണ പറഞ്ഞാൽ. ഞാൻ എന്തിനും നുണ പറയണ ഇഷ്ടാ? അല്ല സാറേ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്തുട്ട് പോലീസാന്ന് പറയണേ? ആ മേനോൻ സാറിന്റെ ഭാര്യ എത്ര നല്ല സ്ത്രീയായിരുന്നു. അവരെ കൊന്നോനെ ഇതുവരെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ എന്നെ ഇടിക്കാൻ വരണേ. അല്ല എന്തുട്ടാ നമ്മുടെ പേര്? ഹായ്, അന്തോണിന്നാ. ശ്രാങ്ക് അന്തോണി. ബോട്ടിലെ പണി. തൃശ്ശൂരിന് വീട്. അല്ല കോട്ടയത്താ. അപ്പൊ തിരുവണല്ലേ? ഇയാളെ സാധാരണ എവിടെ വെച്ചാ കാണാറുള്ളത്? സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിവിടെ നിക്കട്ടാ. ആ മീൻ ഇങ്ങോട്ട് തന്നെ. ഞാൻ ഇതൊന്ന് വീട്ടിൽ കൊണ്ടുകൊടുത്തിട്ട് വരാം. അതൊക്കെ പിന്നെ കൊടുക്കാവുന്ന വണ്ടി കയറ്. ഇതാ ഈ പോലീസുകാരുടെ തകരാറ്. മിണ്ടി അപ്പൊ ചുറ്റിക്കളിയാ. വാ വാ. താൻ പാടോ കുഴപ്പമൊന്നുമില്ല, താൻ നടക്ക്. ആവേ. അതെ, നീ ഈ മീൻ എന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്ക്. ഞാൻ പോലീസുകാരോട് പോയിന്ന് പറഞ്ഞേട്ടാ. എന്താ പറഞ്ഞാല്? എന്താ പറഞ്ഞാലും ഞാനൊരു 3 കൊല്ലം മുമ്പേ ഈ പട്ടര കുളത്തിലൊന്ന് കുളിക്കാൻ പോയി. ശരി. അപ്പൊ ഒരു പാവ ശവം ആരും ഇല്ലാണ്ട് അവിടെ തട്ടി കളിക്കണുണ്ട്. ഞാൻ എന്റെ നല്ല മനസാക്ഷി വെച്ച് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു. അതിന്റെ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല, അറിയോ? അപ്പൊ അങ്ങനെ ഒരു കേസും കൂടി ഉണ്ടല്ലേ? ആ ദൈവം സഹായിച്ച അങ്ങനെ കൂടി ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 കേസും കൂടി കൂട്ടി കുഴച്ചിട്ട് ശരിയാക്കി തരാം. അത് മതി. താൻ എന്തിനോട് ഈ പട്ടന്മാരെ കുളത്തിൽ കുളിക്കാൻ പോയി? പട്ടന്മാരെ കുളത്തിൽ കുളിക്കാൻ പാടില്ലേ? താൻ ക്രിസ്ത്യാനിയല്ലേ? അതെ. അപ്പൊ ഇനി അതിന് വേറെ കേസ് വരും. ഉണ്ടാവൂല്ലേ? അയ്യോ, നടക്ക് നടക്ക്. ദാ അവിടെ ആ ചേട്ടൻ വന്നിരിക്കാറ്. മിക്കവാറും അന്തിക്കുക. ഏതൊക്കെ ദിവസങ്ങളിലാ കണ്ടതെന്ന് പറയാൻ പറ്റുമോ? എന്തുട്ട് ചോദിക്കണം മാഷേ? ഞാനെന്താ കഴുത്തിൽ കലണ്ടർ കെട്ടി തൂക്കിട്ട് നടക്കണേ? ഏയ് അതെ, അന്തോണി ചേട്ടൻ ചൂടാവൊന്നും വേണ്ട. ഒന്ന് ഓർത്തു നോക്കേ. അല്ല താനൊന്ന് വേഗം ഓർത്താ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഞാൻ ഈ പണിക്കൊന്നുമില്ല. കുറെ നേരം ഇയാൾ തന്നെ. നീ വന്നേ. ഇവിടെ ചില കൊലപാതകങ്ങൾ നടന്നതറിയാമല്ലോ. ക്രിസ്തുമസിന്റെ അന്നും ന്യൂ ഇയറിന്റെ അന്നും. ആ ദിവസങ്ങളിലെങ്ങാനും അയാളെ ഇവിടെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഈ ക്രിസ്മസിന്റെ അന്നും ന്യൂ ഇയറിന്റെ അന്നും വല്ലവർക്കും വല്ല ബോധം ഉണ്ടാവും എന്റെ സാറേ. ഇത്രയും പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ക്രിസ്മസിന്റെ തലേദിവസം ഈ ചേട്ടനെ ഞാൻ അവിടെ കണ്ടു. അതുപോലെ തന്നെ ന്യൂ ഇയറിന്റെ തലേദിവസവും കണ്ടു. ഇനി അയാളെ എപ്പോ ഇവിടെ കണ്ടാലും ഞങ്ങളെ വിവരം അറിയിക്കണം. ഞങ്ങളുടെ കാര്യം പറയണ്ട, സാറിന് ഞാൻ അറിയിക്കാം. നമ്മുടെ ടെലിഫോൺ നമ്പറും അഡ്രസ്സും ഇയാൾ കൊടുത്തേക്കും. അതൊന്ന് എഴുതി കൊടുക്ക്. ശരി. ആ വരേഷറ്റാന്റെ ജാട എനിക്ക് അത്ര പിടിക്കുന്നില്ലട്ടാ. അവൻ നല്ല തന്നെയല്ലേ? താൻ പറയുന്നത് കേട്ടാ മതി കേട്ടോ. പിന്നെ നിന്റെ അച്ഛനുള്ള എനിക്ക് ശമ്പളം തന്നെ ജോലിക്ക് വെച്ചേക്കണേ.